പൊതുവെ ആൾക്കാർക്കൊരു തുരുത്ത് മാത്രമാണ് ട്രാൻസ്. അതെ അതെ അത് കാരണം അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ആ ലോൺലിനെസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങ് പൊക്കോളും, പോയി കളയും. നമ്മളെ ഭയങ്കരമായിട്ട് ഡംപ് ചെയ്തിട്ട്. എൻ്റെ കമ്മിങ് ഔട്ടിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് കോളേജിൽ അപ്ലൈ ചെയ്ത് എനിക്ക് ലിസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി, അഡ്മിഷന് വേണ്ടി പോയി. അവിടെയും അത് ഫീമെയിൽസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കോഴ്സായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ട്രാൻസിന് ഇതുവരെയ്ക്ക് ഞങ്ങൾ ഇത് അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല. ഈ നെറേറ്റീവ് പണ്ട് മുതലേ ഉണ്ട്. അതിപ്പോൾ ഈ ട്രാൻസ് എന്നുള്ള ഇതല്ല, ഞാനിത് ഒരു ജാതീയമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് ഞാനിത് അഡ്രസ്സ് ചെയ്യുന്നത്. കാരണം ഈ ദളിത് പുരുഷന്മാരോട്, ദളിത് സ്ത്രീകളോടൊക്കെ നമ്മുടെ സമൂഹം കാണുന്ന അവർ ആ ഒരു ലെൻസിലാണ് കാണുന്നത്. ഇവർ വളരെ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെ. ഇപ്പോൾ ഒരു നാട്ടിൽ ഫസ്റ്റ് കവർച്ച നടന്നു കഴിഞ്ഞാൽ ഇപ്പം പോകുന്നത് ബംഗാളീസിൻ്റെ അല്ലെങ്കിൽ ഹിന്ദിക്കാരുടെ അടുത്തായിരിക്കും. പക്ഷെ മുന്നേക്ക് അവിടുത്തെ ദളിത് കോളനി ഉണ്ടെങ്കിൽ അവിടെ പോകും, അവിടുത്തെ ദളിത് പയ്യന്മാരുടെ പുറകെ പോകും പോലീസ്. മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ സ്റ്റോറീസ് ഒക്കെ അൺഡോക്യുമെൻറ്റഡ് ആണ്. അതുപോലെ 2014 ഏപ്രിൽ 15 സുപ്രീം കോടതി പുറത്തുവിട്ട വേർഡിക്റ്റിലും നൽസ ജഡ്ജ്മെൻറ്റിലും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ സ്റ്റേറ്റ് ആണെങ്കിലും യൂണിയൻ ഗവൺമെൻറ് ആണെങ്കിലും ഇതൊന്നും അവർ പൂർണ്ണ അർത്ഥത്തിലല്ല അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും. ഹായ്, ഹലോ, വെൽക്കം ടു ഇൻഫൈൻ പ്ലസ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ള അതിഥി ആക്ടിവിസ്റ്റും ട്രാൻസ് സിനിമാ താരവുമായിട്ടുള്ള റോസ ഫെലിസിയാണ്. സ്വാഗതം റോസ. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം സുഖമാണ്. പുതിയ സിനിമയിലേക്ക് പോലുള്ള ശ്രമത്തിലാണ്. അതെ. നേരത്തെ ഒരു സിനിമ ചെയ്തിരുന്നു, ഗേൾ ഫ്രണ്ട് എന്നൊരു സിനിമ. എന്തായിരുന്നു ആ ഒരു സിനിമയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? അത് വളരെ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ അഭിനയത്തിലോട്ടൊക്കെ ഞാൻ എത്തപ്പെടുന്നത്. അതിനു മുന്നേ ഒരു ഷോർട്ട് ഫിലിം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അഭിനയത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഈ ഫിലിം മേക്കർ ഈ ശോഭന അവരുടെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ അവരിങ്ങനെ നിർബന്ധിച്ചതിൻ്റെ പേരിൽ കുറേ അതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വരുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിമാണ്. പിന്നെ അതിനുശേഷം ഞാനൊരു വെബ് സീരീസും ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെൽത്ത് വിച്ചസ് എന്ന് പറഞ്ഞിട്ട്. അത് ഐസ്ട്രീമിൽ അവരുടെ ഐസ്ട്രീം ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഒരു OTT പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവരുടെ ഇതുവരേക്കും ഇത് ടെലികാസ്റ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നൊരു വെബ് സീരീസായിരുന്നു. അതൊരു ക്രൈം, ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഹെൽത്ത് റിലേറ്റഡ് ക്രൈംസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വെബ് സീരീസാണ്. അതെ, ഈ 2 വർക്കാണ് ഞാൻ സോഫാർ ചെയ്തിട്ടുള്ളത്. ഞാൻ സോറി കേട്ടോ, ഈ വെബ് സീരീസ് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ട് വേണമായിരുന്നു ഇരിക്കേണ്ടത്. അതിൽ കുറേ സ്ത്രീകളാണ്, മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം സ്ത്രീകളാണ്. ഇപ്പോൾ മറ്റേ അലൻസിയർ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത്. അങ്ങനെ നല്ല രസമുള്ളൊരു വെബ് സീരീസ്. തീർച്ചയായും ഇനിയെങ്കിലും പോയെന്ന് കാണാം. എക്സ്ട്രീംലി സോറി, കണ്ടിട്ടായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇപ്പം ഇതിൽ ആക്ടിംഗ് ആണോ ഡയറക്ഷൻ ആണോ പാഷൻ? ഞാൻ നന്നായിട്ട് ഈ കാര്യങ്ങളെയൊക്കെ പണ്ട് മുതലേ ഭയങ്കര ക്യൂരിയസ് ആണ്. ആൾക്കാരുടെ സ്റ്റോറീസൊക്കെ ഇങ്ങനെ ഞാൻ ചോദിച്ചൊക്കെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ എൻ്റെ അമ്മ 9ാമത്തെ വയസ്സിൽ ജോലിക്കൊക്കെ ഇറങ്ങി തുടങ്ങിയ ആളാണ്. അപ്പോൾ ഈ അമ്മയുടെ പല സ്റ്റോറികളും ഞാൻ അമ്മയുടെ നിന്ന് ഇങ്ങനെ ചോദിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ എഴുതി വെക്കുമായിരുന്നു. പണ്ട് മുതലേ ഇതൊക്കെ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും എനിക്കറിയില്ല ഇങ്ങനെ സിനിമ എൻ്റെ വൈൽഡ് ഡ്രീംസിൽ പോലും ഇല്ല എനിക്കിങ്ങനെ സിനിമാക്കാരെ പരിചയപ്പെടാൻ പറ്റും. നമ്മൾ ദൂരെ നിന്ന് കാണുന്ന ആൾക്കാരാണ്, അടുത്തവരുമായിട്ടൊന്നും ഒരു പരിചയമില്ല. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് ഞാനൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു ഫേസ്ബുക്കിൽ. ആ സമയത്ത് ബാംഗ്ലൂരായിരുന്നു. അങ്ങനെ അയാളാണ് കൂടുതലും എനിക്ക് ഈ ലോക സിനിമ, ലോക ക്ലാസിക്കുകൾ, അതുപോലെ പല ലാംഗ്വേജിലുള്ള ഫിലിംസ് വളരെ ഒരു 2018 ശേഷമാണ് ഞാൻ ഇതൊക്കെ കണ്ടു തുടങ്ങിയത്. പിന്നെ എനിക്ക് ആക്സസിബിലിറ്റി ഇല്ലായിരുന്നു ഇങ്ങനത്തെ സിനിമകൾ കാണാനുള്ള. പിന്നെ ടെലഗ്രാം വഴിക്കൊക്കെയാണ് ഇങ്ങനത്തെ ഫയൽസൊക്കെ കിട്ടി അങ്ങനെ കണ്ട്. അപ്പോൾ എനിക്ക്
പല സിനിമകളും കാണുമ്പോൾ നമ്മൾ ഇതുവരെയ്ക്കും കണ്ട രീതിയിലല്ല പല സിനിമകളും എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ആക്ടിംഗ് ഒന്നും എനിക്കൊരിക്കലും എൻ്റെ ഏരിയ അല്ല. വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക്. എനിക്ക് കൂടുതലും സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി സ്വന്തമായിട്ട് നല്ല സ്ക്രിപ്റ്റും ആണ് കൂടുതൽ. സിനിമ ചെയ്യണം, ഇങ്ങനത്തെ അറ്റ്ലീസ്റ്റ് ഡോക്യുമെൻ്റ് ചെയ്യണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. കാരണം പല ഈ മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ സ്റ്റോറീസ് ഒക്കെ അൺഡോക്യുമെൻറ്റഡ് ആണ്. അത് വെർബലി ആണ് ഇതൊക്കെ ഇങ്ങനെ കൈമാറി കിട്ടുന്നത് നമുക്ക്. അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ടെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ലതായിട്ട് കൃഷി ചെയ്യും. അവർക്ക് ഈ മണ്ണിനെ കുറിച്ചൊക്കെ നല്ല നോളജ് ഉണ്ട്. അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല, അവർക്ക് അതിനുള്ള ആക്സസിബിലിറ്റി ഇല്ലായിരുന്നു. ജാതീയപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അവരുടെ നോളജ് എന്ന് പറയുന്നത് അവർക്ക് വാസ്റ്റ് വിസ്ഡമുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അപ്പോൾ എനിക്കറിയുന്ന, എനിക്ക് പരിചിതമായിട്ടുള്ള, എനിക്ക് വളരെ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു മീഡിയം ആർട്ടാണ് ഇങ്ങനെ ഈ വിഷ്വൽ ആർട്ടാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അമ്മയുടെ വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കും ഇടയ്ക്ക്, അമ്മ സംസാരിക്കുന്നത്, അച്ഛൻ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ഇവർ അറിയാതെ അതൊക്കെ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് യൂസ് ചെയ്യാതെ. സത്യത്തിൽ വലിയൊരു കാര്യം. കാരണം നമ്മുടെ ചരിത്രം എല്ലാം എഴുതി വെച്ചിട്ടുള്ളത് വിജയിച്ച ആൾക്കാരുടെയും മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരുടെയും, അല്ലാതെ ഒരു സാധാരണക്കാരൻ്റെ ഒരു കൃത്യമായ ചരിത്രം പറയാനുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അത് എൻ്റെ ഇപ്പോൾ 1000-ൽ ഒരാളായിരിക്കും ഞാൻ. എൻ്റെ മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാർ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഒരു ഫോൺ പോലും, ഒരു ആൻഡ്രോയിഡ് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ അവരൊക്കെ എഴുതുന്നുണ്ടാവും, എഴുതി വെക്കുന്നുണ്ടാവും. അതൊക്കെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ പുറത്ത് വരും. എന്തായാലും അതൊക്കെ പുറത്ത് വരണം എങ്കിലേ അതിനൊരു നീതി ഉണ്ടാവുള്ളൂ. വലിയ വിവേചനം നേരിടുന്നുണ്ട്, ഇപ്പോഴും നേരിടുന്നുണ്ട്, നേരത്തെയും നേരിടുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വലിയ രീതിയിലുള്ള ഗ്രാവിറ്റിയിലുള്ള വിവേചനങ്ങളാണ് നേരിടുന്നത്. ഫെലിസിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ആണ് ഇത്തരത്തിലുള്ളൊരു വലിയ ഹാർഷായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ കാര്യം, ഒരു ട്രാൻസിനെ സംബന്ധിച്ച് നമ്മൾ ഈ ജെൻഡർ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുന്ന സമയം മുതൽ നമ്മളിത് നേരിടുന്നുണ്ട്. എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. പിന്നെ പല ആൾക്കാരും ഫോഴ്സ്ഫുള്ളി ആണ് ഇങ്ങനത്തെ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ പോകുന്നതും, ഈ ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ സർജറി പോലത്തെ കാര്യങ്ങളിലോട്ട് പോകുന്നത് ഫോഴ്സ്ഫുള്ളിയാണ്. അത് സൊസൈറ്റി ഫോഴ്സ് ചെയ്ത്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്, എൻ്റെ ജെൻഡർ എക്സ്പ്രഷൻ, ഞാൻ വളരെ യങ് ഏജിൽ എൻ്റെ ജെൻഡർ എക്സ്പ്രഷൻ കാണുമ്പോൾ അവിടെ എനിക്ക് ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള വിവേചനമോ പഠിക്കുന്ന സമയത്തുള്ള വിവേചനമോ ഇതൊന്നും നേരിടാതെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സർവൈവിങ് അല്ല, മിയർലി സർവൈവിങ് അല്ല, ജീവിക്കാൻ കഴിയണം. അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നടക്കുന്നതെല്ലാം നേരെ തിരിച്ചാണ്. നമുക്ക് മര്യാദയ്ക്കൊരു ഹെൽത്ത് കെയർ സിസ്റ്റം, പ്രോപ്പറായിട്ടൊരു ക്വാളിറ്റി ഹെൽത്ത് കെയർ സിസ്റ്റം ഇല്ല നമുക്ക്. കേരളത്തിൽ കുറച്ചും കൂടെ ബെറ്റർ ഹെൽത്ത് കെയർ ഉണ്ട്. പക്ഷേ നല്ലൊരു ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ ട്രാൻസിന് ഇപ്പോഴും ആക്സസിബിലിറ്റി ഇല്ല. പിന്നെ ജോലി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഉറപ്പും അതാണ്. ഒരു മനുഷ്യൻ്റെ റൈറ്റ് ടു ലീവ്, ആക്സസ് ടു ദ ക്വാളിറ്റി ഫുഡ്, ക്വാളിറ്റി എയർ, ക്വാളിറ്റി വാട്ടർ, ഇതെല്ലാം ഈക്വാലിറ്റി ഇൻ എംപ്ലോയ്മെന്റ്, എല്ലാത്തിലും എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, ഇതിലൊക്കെ. അതുപോലെ 2014 ഏപ്രിൽ 15 സുപ്രീം കോടതി പുറത്തുവിട്ട വേർഡിക്റ്റിലും നൽസ ജഡ്ജ്മെൻറ്റിലും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ സ്റ്റേറ്റ് ആണെങ്കിലും യൂണിയൻ ഗവൺമെൻറ് ആണെങ്കിലും ഇതൊന്നും അവർ പൂർണ്ണ അർത്ഥത്തിലല്ല അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും 90% ആൾക്കാരും, എനിക്ക് കറക്റ്റ് ഡേറ്റ് ഒന്നും 90-92 പറയാൻ പറ്റില്ല. കാരണം അതിനൊരു പ്രോപ്പർ സ്റ്റഡി പോലും നടക്കുന്നില്ല, ഇതിനൊക്കെ ഡേറ്റാസ് ഇല്ല. അപ്പോൾ ഇവർക്ക് ഒരു ജോലി, ബേസിക് ആയിട്ടൊരു മനുഷ്യന് ജോലി വേണം. ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതും ട്രാൻസ്ജെൻഡേഴ്സിനെ സംബന്ധിച്ച് ഒരു സാധാ ജോലിയും പറ്റില്ല. അവർക്ക് ഈ ബേസിക് ആയിട്ടുള്ള ഒരു സാലറി സ്കെയിലല്ല ട്രാൻസിനെ ഇവർ ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം ട്രിപ്പിൾ കൈൻഡ് ഓഫ് മാർജിനലൈസേഷൻ ആണ്. റെൻറ്റ് കിട്ടുന്നില്ല, ലാൻഡിന്മേൽ ആക്സസിബിലിറ്റി ഇല്ല, ഒന്നിലും ആക്സസിബിലിറ്റി ഇല്ല. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അത് ചെയ്യുന്നില്ല.
രണ്ടാമത്തെ കാര്യം എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ആർട്ട് സബ്ജക്റ്റുകൾക്കാണ് ഇവർ റിസർവേഷൻ കൊടുക്കുന്നത്. അതല്ല വേണ്ടത്. നമുക്ക് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കാനുള്ള റിസർവേഷൻ വേണം. റിസർവേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ദളിത് അവകാശവും കൂടിയല്ലേ. അതെ അതെ. ആർട്ടിക്കിൾ 15 പറയുന്ന ഡിസ്ക്രിമിനേറ്റഡ് ആൻഡ് ഓൺലി ഓൺ ദ ബേസ് ഓഫ് സെക്സ്, പ്ലേസ് ആൻഡ് ബർത്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഒള്ളിക്കകത്ത് നിങ്ങളെ പെടുത്തണം. അപ്പം വുമൻസിന് നമ്മളിങ്ങനെ റിസർവേഷൻ കൊടുക്കുന്നു, അതുപോലെ റിസർവേഷന് അർഹമാണ്. അതെ, കാരണം ഈ ഇവർ നമ്പേഴ്സൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ടാലി ചെയ്യുന്നത്. പിന്നെ ഈ ദളിതായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ OBC ആയിട്ടുള്ള ആൾക്കാർ, ഞാനൊരു ദളിത് കമ്മ്യൂണിറ്റിയിലും കൂടെ പെട്ട ആളാണ്. എനിക്ക് റിസർവേഷൻ ഓൾറെഡി ഉണ്ട്, പക്ഷെ ആ റിസർവേഷനിൽ ഞാൻ പെടുന്നില്ല. അതാണ് ഒരു കാര്യം. കാരണം ഞാൻ മെയിലോ ഫീമെയിലോ അല്ലല്ലോ, ട്രാൻസ്ജെൻഡർ. മെയിൽ ഓർ ഫീമെയിൽ ആണെന്നല്ലോ, ജന്മം കൊണ്ട് ഞാൻ ഇന്ന ജാതി ആണെങ്കിൽ അവർ നേരിട്ടുള്ള മാർജിനലൈസേഷൻ എൻ്റെയും കൂടെ, അതിനേക്കാൾ കൂടുതൽ വലിയ മാർജിനലൈസേഷൻ. അതെ, ഒന്നിൽ ഞാൻ മെയിൽ ആയിരിക്കണം അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കണം, എങ്കിലേ എനിക്ക് റിസർവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു നിയമസഭത്തിന്റെ ഒരു അത് വേണം. അത് പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റീസിൽ നിന്നൊന്നും റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഇവിടെ ഇല്ല. അപ്പോൾ ഇത് സംസാരിക്കുക, വോക്കൽ ചെയ്യാൻ ആൾക്കാരില്ല. ഇതൊക്കെ സംസാരിക്കുന്ന ബ്രാഹ്മിൻസ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ആൾക്കാരായിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, ഈ അബ്ബാസ് കൈറസ്താം എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം മേക്കറുണ്ട്. പുള്ളിയുടെ സിനിമയിൽ ഒരു ഫിലിമിൽ പറയുന്ന ഈ ടേസ്റ്റ് ഓഫ് ചെറി എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമുണ്ട്. അതിൽ ഈ ഡിപ്രഷൻ, ലോൺലിനെസ് ഒക്കെയാണ് സംസാരിക്കുന്നത്. ആ സിനിമ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരാളുടെ സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ ഇയാൾ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, പക്ഷേ എനിക്ക് അത് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റും, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കുറേയൊക്കെ. അങ്ങനെ എത്ര ആൾക്കാർക്ക് നമ്മളുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഈ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് അടുത്തിരിക്കാനും അവര് കേൾക്കാനെങ്കിലും ഒരു, കാരണം എല്ലാവരും ജഡ്ജ് ചെയ്യാൻ തയ്യാറാണ്. എല്ലാവരും എൻ്റെ അടുത്ത് എല്ലാവർക്കും ജഡ്ജ് ചെയ്യണം, പക്ഷേ സൊല്യൂഷൻ ആർക്കും താല്പര്യമില്ല. സൊല്യൂഷൻ എന്ന് പറയുന്ന ബേസിക് എഡ്യൂക്കേഷൻ ആൾക്കാർക്ക് കൊടുക്കാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വെപ്പണാണ് ഒരു മനുഷ്യൻ്റെ. അതുപോലെ ഫ്രീഡം കൊടുക്കും. അതുപോലെ ജോലി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പവറാണ്. ഫ്രീഡം കൊടുക്കല്ല, കിട്ടണം. അതുപോലെ എക്സ്ട്രീം പവറാണ് ഈ ജോലി എന്ന് പറയുന്നത്. ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ പിന്നെ അയാൾ തകർക്കാൻ പറ്റില്ല മനുഷ്യന്. കാരണം ഈ ആൾക്കാരൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ജോലിയുടെ ഒക്കെ ബേസിലാണ്. ആൾക്കാർ ജോലിയെ കുറ്റം പറയുമെങ്കിലും ജോലിക്ക് പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാം, സ്ട്രെസ് ഉണ്ടാവാം, ഈ മറ്റേ വേജസ് സ്ലേവറിയുടെ കാര്യങ്ങളുണ്ടാവാം. പക്ഷെ അതൊക്കെ നമുക്ക് പിന്നീട് ഓവർകം ചെയ്യാം, അതൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്യാം. വൺസ് വി ഗെറ്റ് ടു ദാറ്റ് പ്ലേസ്, നമുക്ക് ആ സോയിൽ കിട്ടണം, ചവിട്ടി നിൽക്കാൻ. മണ്ണ് കിട്ടിയാലേ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു പോസിബിലിറ്റി സ്റ്റേറ്റാണ് ചെയ്തു കൊടുക്കേണ്ടത്. സ്റ്റേറ്റ് പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ ഫെയിലിയറാണ്. എത്രത്തോളം ആൾക്കാരെ കൊണ്ടൊരു ബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോഴും നിങ്ങൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയാണ്? ബോധം മീൻസ് അവബോധം ഉണ്ടാക്കാൻ, മീൻസ് ആൾക്കാർ ഇതിനെതിരെ, മീൻസ് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നമുക്കൊരു ഒരു അതിനെതിരെ ഒരു ഫൈറ്റ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. കാരണം അതൊരു സെക്ഷൻ മാത്രത്തിൻ്റെ പ്രശ്നമല്ല. എൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നമുക്കിടയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. അതെ അതെ. അപ്പം അതിന് നമ്മളെങ്ങനെ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക്? ഈ റിലീജിയനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. പക്ഷേ പലപ്പോഴും ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർ ഏതോ കാലത്ത് എഴുതി വെച്ചിട്ടുള്ള പല നിയമത്തിൻ്റെയും ഈ നമ്മൾ ഈ വിമൻസ് റൈറ്റ്സ് ഒക്കെ ഇപ്പോൾ കാത്തലിക് ഈ ഇപ്പോൾ മരിച്ചുപോയ കാലം ചെയ്യപ്പെട്ട പോപ്പ് ഒരുപാട് അതിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിമൻസ് റൈറ്റ്സിനാണെങ്കിലും LGBTQ, ഈ ഫ്രാൻസിസ്. അപ്പോൾ പുള്ളി അതിന് ഇത്രയും നൂറുകണക്കിന് വർഷത്തിനിടയിലോ ഉണ്ടായിട്ടുള്ള പോപ്പുകളിൽ ഇങ്ങനെ ഇതിനെ വോക്കൽ ചെയ്തൊരു മനുഷ്യനാണ്. 13 വർഷം കൊണ്ട് പുള്ളി ഒരുപാട് ആൾക്കാരിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. അതിനു മുന്നേ തന്നെ ഈ ചില പെന്തക്കോസ്റ്റ് സഭകൾ, ചില പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഒക്കെ ഈ ട്രാൻസ് പാസ്റ്റേഴ്സിനൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇത് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം എൻഡ് ഓഫ് ദി ഡേ ഞാനൊരു നിരീശ്വരവാദിയൊന്നുമല്ല. അതേസമയം എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ആ കാര്യത്തിലൊക്കെ. എനിക്കിപ്പോഴും അതിനൊരു വ്യക്തമായിട്ടുള്ള ആൻസറൊന്നും ആൾക്കാർക്ക് കൊടുക്കാനില്ല. പക്ഷേ ഞാനൊരു ഹയർ പവറിൽ വിശ്വസിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ഒരു ഇതായിരിക്കാം കേട്ടോ, എനിക്കൊരു സ്ട്രെങ്ത് കിട്ടുന്ന അങ്ങനെയൊക്കെ ആയിരിക്കാം. ചില ആൾക്കാർ എന്നെ
എനിക്കൊരാൾ എപ്പോഴും ലീഡ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇവർക്ക് ദൈവം ആയിരിക്കാം. എൻ്റെ ഈ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ എൻ്റെ അമ്മയൊക്കെ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തോട് പറയുന്നതാണ്. നമ്മൾ കാണാത്തൊരു ആളോട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ സ്ട്രെസ്സൊക്കെ ബസ്റ്റ് ചെയ്യും. അതുപോലെ അവർക്ക് ഭയങ്കര ഒരു റിലാക്സേഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഇതാണല്ലോ. അതെ. അപ്പോൾ അതുപോലെ ഈ കാര്യത്തിൽ റിലീജിയൻ വളരെ സ്റ്റേൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാതെ, ഹെയ്റ്റഡ് അല്ല ഒരു റിലീജിയൻ പഠിപ്പിക്കുന്നത്. അവർ തന്നെ പറയുന്നുണ്ട്, സ്നേഹത്തിൽ ഊന്നിയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹോണസ്റ്റി അവർ അതിൽ കൊണ്ടുവരണം. ഇൻക്ലൂസീവ് ആവുക. അതെ, കൂടുതൽ ഇൻക്ലൂസീവ് ആവുക. എത്രത്തോളം ഇൻക്ലൂസീവ് ആവാൻ പറ്റുമോ. അത് സ്ത്രീകളെ ട്രാൻസിനേക്കാൾ മോശമായിട്ടാണ് സ്ത്രീകളെ ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് പല റിലീജിയനിലും. ബുദ്ധിസ്റ്റുകളുടെ ഇടയിലാണെങ്കിലും ക്രിസ്ത്യാനിറ്റിയിൽ ആണെങ്കിലും പല റിലീജിയനിലും ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ജൂയിഷ് മതങ്ങൾ, ജൂയിഷ് മതം ഇവർ ഭയങ്കരമായിട്ട് ട്രാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ മറ്റേ സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ഒരു മാറ്റങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ മാറണമെന്നല്ല, അത് വളരെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമല്ല, നമ്മൾ എന്തിനെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമല്ല. കാരണം ഒരു മനുഷ്യന് ഇവിടെ ഈ ലോകത്ത്, മനുഷ്യനെന്നല്ല ഏത് ജീവജാലം, ഇപ്പോൾ ഈ സ്ട്രീറ്റ് ഡോഗ്സിനോടൊക്കെ കാണിക്കുന്നൊക്കെ എക്സ്ട്രീം വയലൻസ് ആണ് ആൾക്കാർ. കാരണം അവർക്കൊക്കെ അവകാശമുണ്ട് ഈ ലോകത്ത്. അതുപോലെ വൈൽഡ് അനിമൽസിനോട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കൊക്കെ അവകാശമുണ്ട്. അവരുടെയൊക്കെ ഇൻഹാബിറ്റന്റ് തട്ടിയെടുത്തിട്ടാണ് നമ്മൾ അവിടേക്ക് വീട് വെച്ചിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നോട്ട് എക്സാക്ട്ലി അത് വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അപ്പോഴും ചോദിക്കുന്നത്, നമുക്ക് ഈ സിനിമ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, സിനിമ അതിലൊരു നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മീഡിയം, വളരെ കൃത്യമായിട്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ട്രാൻസിൻ്റെ മാത്രം സിനിമകളല്ല, ട്രാൻസ് ഒരു നോർമൽ സിനിമ എടുക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ സ്ത്രീ സംവിധായകരുണ്ട്, പുരുഷ സംവിധായകരുണ്ട്. അതുകൊണ്ട് ട്രാൻസ് സംവിധായകർ വളരെ കോമൺ ആയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു മീഡിയത്തിലേക്ക് വരുമ്പോൾ അവരുടെ സിനിമകൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നോർമലാവും. ട്രാൻസ് എന്നതൊരു പ്രത്യേക ഇടത്തുനിന്ന് വന്ന ആൾക്കാർ, സ്ത്രീക്കും പുരുഷനും സൗഹൃദം പോലെ തന്നെയാണ് ഇവർക്കിടയിൽ ട്രാൻസിന്റെ സൗഹൃദവും. അങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് സിനിമ ഒരു വലിയ ഘടകമായിരിക്കില്ലേ? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് ഈ 2018-17 കാലഘട്ടത്തിൽ ഒരു ലണ്ടനിൽ ഒരു ട്രാൻസ്മാൻ്റെ സ്റ്റോറി, ബയോപിക്കാണ്. ഇയാള് അവിടുത്തെ ഒരു മാഫിയ കിങ്ങൊക്കെ ആയിരുന്നു, ഈ റോബ് അങ്ങനെ എന്താണ് പേര്. പുള്ളിയുടെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനി ഈ സ്കാർലെറ്റ് ജൊഹാൻസനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ ലീഡ് റോള്, ഈ ട്രാൻസ്മാൻ ക്യാരക്ടർ ചെയ്യാൻ. അപ്പോൾ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അപ്രോച്ച് ചെയ്തു. ഇവരത് അവരുടെ ഇപ്പോഴത്തെ എക്സ്, അന്നത്തെ ട്വിറ്റർ, അതിലൂടെ ഇവർ അനൗൺസ് ചെയ്തു, ഞാനിങ്ങനെ ഒരു സിനിമ ചെയ്യാണ്, ഈ പ്രൊഡക്ഷനിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വന്നപ്പോൾ ഈ ജെമി ക്ലൈറ്റൻ, അതുപോലെ അങ്ങനത്തെ കുറേ ട്രാൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട് അവിടെ അമേരിക്കയിൽ. അപ്പോൾ ഇവരതിനെ ബാക്ക്ലാഷ് ചെയ്തു. കാരണം ഇവർക്കൊന്നും വർക്കില്ല. ഈ ജെമി ക്ലൈറ്റൻ വേറൊരു നടിയും കൂടെ ഉണ്ട്. അവർ കഴിഞ്ഞ വർഷം ഒരു നല്ലൊരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർക്കൊക്കെ ഈ റോൾസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. നല്ല രീതിയിൽ സിനിമയെ കുറിച്ച് പഠിക്കാനും കൂടെയുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലേ? ഒരു സൈഡിൽ അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവര് ഈ ഭയങ്കരമായിട്ട് ചർച്ച നടന്നു. അപ്പോൾ ആ സമയത്ത് ഇവര് ജെമി ക്ലൈറ്റനൊക്കെ പറഞ്ഞത്, ഞങ്ങൾക്ക് വർക്ക് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ട്രാൻസിന്റെ ക്യാരക്ടേഴ്സ് പോലും കിട്ടുന്നില്ല, ട്രാൻസിന്റെ ക്യാരക്ടർ പോലും കിട്ടുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് ഇവര് ഭയങ്കരമായിട്ട് ഇതുണ്ടാക്കി. ഈ സ്കാർലെറ്റ് BBC-ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞത്, ഞാനൊരു ആക്ടറാണ്, ഞാൻ ആക്ട്രസ് അല്ല, ഞാനൊരു ആക്ടറാണ്, ഞാൻ ഒരു അഭിനയം എന്ന് പറയുന്നത് എൻ്റെ ഒരു മേഖലയാണ്. അത് ആ ഒരു മേഖലയിൽ എനിക്ക് ട്രീ ആയിട്ട് പെർഫോം ചെയ്യേണ്ട അവസരം ഉണ്ടാകണം, പോത്തായിട്ടും. അവർ കുറേ ഇത് ഇങ്ങനെ പറഞ്ഞു. അത് ശരിയാണ്, നല്ല ഐഡിയ ആണ്. അതാണ് ട്രാൻസിന് വേണ്ടത്. ട്രാൻസിന് സിസ്സായിട്ടും മൃഗമായിട്ടും ട്രീ ആയിട്ടും ലൈറ്റ് ആയിട്ടൊക്കെ പെർഫോം ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അത് പെർഫോമിംഗ് ആർട്ടിൽ മാത്രമല്ല, ഡയറക്ടർ ആകുമ്പോഴും സ്ക്രിപ്റ്റ് റൈറ്റർ ആകുമ്പോഴും പ്രൊഡക്ഷനിലോട്ട് വരുമ്പോഴൊക്കെ ട്രാൻസിനും
മേക്കപ്പിലാണ്, മേക്കപ്പിൽ മാത്രം തളച്ചിടപ്പെടേണ്ട ആൾക്കാരല്ല, അല്ലെങ്കിൽ ഡാൻസിൽ മാത്രം തളച്ചിടപ്പെടേണ്ട ആൾക്കാരല്ല. ആ ഒരു ഹെജിമണി ബ്രേക്ക് ചെയ്യണം. അതായത് ട്രാൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ട്രാൻസ് ആക്ടർ എന്ന ആൾക്കാർ ഇപ്പോഴും പറയുന്നത്, പക്ഷെ ട്രാൻസ് ആക്ടർ എന്ന് പറയേണ്ടി വരുന്നത് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ വന്നിട്ട് ട്രാൻസ് ആക്ടർ എന്ന് അതെന്റെ ഒരു ഗതികേടാണ്. അല്ല, അതിനെ ഞാൻ കുറച്ചും കൂടെ പോസിറ്റീവായൊരു ഘടകത്തിൽ, അതെ, ഞാൻ അത് അഭിനേത്രി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ലിംഗം സ്പെസിഫൈഡ് ആണ്, നടി എന്നാണ്, സ്ത്രീ ആക്ടർ എന്നാ. അഭിനേതാവ് എന്ന രീതിയിൽ, മീൻസ് ആക്ടർ എന്ന നിലയിൽ അഭിനേത്രി അല്ലെങ്കിൽ അഭിനേതാവ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു പുരുഷനായി. ആ തരത്തിൽ ഒരു വേർഡ് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാൻ കഴിയണമെന്നാണ്. ട്രാൻസ് എന്നതിന് വരെ ഒരു വാക്ക് നമുക്ക് അവിടെ കൊണ്ടുവരണം. ഈ നമ്മൾ ബോക്സ് ചെയ്യപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ 1970-കളിൽ സ്റ്റോൺവാൾ റൈറ്റ്, ഈ മോഡേൺ ട്രാൻസിന്റെ ഒക്കെ വലിയ വിപ്ലവം ഉണ്ടാവുന്ന അവിടെ നിന്നാണല്ലോ, എല്ലാം അമേരിക്കയിൽ നിന്നാണല്ലോ. അപ്പൊ ഇതുകൊണ്ടാണല്ലോ ഇവർ വെസ്റ്റിന്റെ പ്രോഡക്റ്റ് ആണ് ട്രാൻസ് എന്നൊക്കെ ഉള്ള ഈ ആക്യൂസേഷൻ നടത്തുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ആ സമയത്ത് ഒരു ബ്ലാക്ക് ട്രാൻസ് ആയിട്ടുള്ള അവർ പിന്നീട് 94 കൊല്ലപ്പെടുന്നാണ് പൊതുവെയുള്ള ഇത്. പക്ഷെ അവര് സൂയിസൈഡ് എന്ന് എഴുതി വെച്ചു അവിടുത്തെ പോലീസ്. അതങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ട്രാൻസ് ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലപ്പെടില്ല, അവര് സൂയിസൈഡ് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ഇവര് 70-കളിൽ ഇവര് പിന്നെ വേറെ ഒരു ലത്തീൻ ട്രാൻസ് ഒക്കെ ചേർന്നിട്ടാണ് ഈ വിപ്ലവം തുടങ്ങിയത്. അവിടുത്തെ സ്റ്റോൺവാൾ എന്ന് പറയുന്ന ആ ബാറിൽ പോയിട്ട്, ഈ ഗേ ബാറിൽ പോയിട്ട് ഈ ട്രാൻസിനെയൊക്കെ അടിച്ചോടിച്ചു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി പോലീസ് അവിടെ. അപ്പോൾ അവിടെ നിന്ന് ഇവര് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് ഇവരൊരു ഈ ഹോൾഡിങ് ഇങ്ങനെ വെച്ചിട്ട് പോവാണ്. അതിൽ അവർ എഴുതിയിരിക്കുന്നത് ഐ വോണ്ട് മൈ ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ്. എന്നെ ഒരു മനുഷ്യനായിട്ട് കാണാൻ, എന്നെ ട്രാൻസ് ആയിട്ട് നിങ്ങൾ കാണണ്ട, എന്നെ സിസ്സായിട്ട് കാണണ്ട, എന്നെ ഒന്നായിട്ട് കാണണ്ട, ഐ വോണ്ട് മൈ ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ്. അപ്പോൾ ആ ഒരു അന്നത്തെ ആക്ടിവിസം അതായിരുന്നു. ഇന്നത്തെ ആക്ടിവിസം അതല്ല. ഇന്നത്തെ ആക്ടിവിസം ഷീ ഹെർ അല്ലെങ്കിൽ ഹി ഹിം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊണൗൺ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യുക. അതല്ല നമ്മുടെ ഇഷ്യൂ. നമ്മളെ എന്നെ ആൾക്കാർ നപുംസകം എന്ന് വിളിച്ചാലോ എന്ത് വിളിച്ചാലോ എനിക്ക് പ്രശ്നമല്ല ഇപ്പോൾ. കാരണം ഇതൊന്നും അല്ല എൻ്റെ പ്രശ്നം. എനിക്ക് അതിനേക്കാളും വലിയ പ്രശ്നം എനിക്ക് ഫൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രീഡം നമുക്ക്, ഈ ആൾക്കാരെ ബോക്സ് ചെയ്യുന്ന ഒരു കാര്യം അതിൽ നിന്ന് മാറണം. അത് നോർമൽ ആകണം, പക്ക നോർമൽ ആകണം. നമുക്കിടയിൽ ഒരു പെൺ സൗഹൃദം പോലെ, ഇപ്പം ഞാനൊരു പുരുഷനായതിന് ഒരു പെൺ സൗഹൃദം പോലെ തന്നെയാണ് ഒരു ട്രാൻസിന്റെ അടുത്ത് എനിക്ക് ഉപാധികളില്ലാതെ സംസാരിക്കാൻ പറ്റണം. ഒരു വളരെ നല്ലൊരു ബോണ്ടിങ് എനിക്ക് അവരുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, തുറന്ന് സംസാരിക്കാൻ പറ്റണം. എൻ്റെ പ്രശ്നങ്ങൾ അവരോടും അവരുടെ പ്രശ്നങ്ങൾ എന്നോടും സംസാരിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. തീർച്ചയായും. പക്ഷെ ആ തരത്തിൽ നമ്മളെ സമൂഹം എത്രത്തോളം മാറിയിട്ടുണ്ടാകും. നമ്മളിപ്പോൾ കേസുകളൊക്കെ വരുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള ഈ പത്രങ്ങളിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരു വലിയ അപകടകാരികളാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത്. അതെന്താണ് അത്തരത്തിലുള്ളൊരു ഈ നെറേറ്റീവ് പണ്ട് മുതലേ ഉണ്ട്. അതിപ്പോ ഈ ട്രാൻസ് എന്നുള്ള ഇതല്ല, ഞാൻ ഇത് ഒരു ജാതീയമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് ഞാൻ ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. കാരണം ഈ ദളിത് പുരുഷന്മാരോട്, ദളിത് സ്ത്രീകളോടൊക്കെ നമ്മുടെ സമൂഹം കാണുന്ന, അവർ ആ ഒരു ലെൻസിലാണ് കാണുന്നത്. ഇവര് വളരെ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെ. ഇപ്പോൾ ഒരു നാട്ടിൽ ഫസ്റ്റ് കവർച്ച നടന്നു കഴിഞ്ഞാൽ ഇപ്പം പോകുന്നത് ബംഗാളീസിന്റെ അല്ലെങ്കിൽ ഹിന്ദിക്കാരുടെ അടുത്തായിരിക്കും. പക്ഷെ മുന്നേക്ക് അവിടുത്തെ ദളിത് കോളനി ഉണ്ടെങ്കിൽ അവിടെ പോകും. അവിടുത്തെ ദളിത് പയ്യന്മാരുടെ പുറകെ പോകും പോലീസ്. അപ്പോഴും അവിടുത്തെ എലീറ്റ് ആയിട്ടുള്ള അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ റൂളിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ അപ്പോഴും അവർ രക്ഷപ്പെടുകയാണ്. പലപ്പോഴും ഇൻ കേസ് അവർ പ്രതിപട്ടികയിൽ വന്നു കഴിഞ്ഞാൽ പോലും, അവർ വയലൻസ് ചെയ്താൽ പോലും അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ആ മറ്റേ IAS ഓഫീസർ ഒരു ജേർണലിസ്റ്റിനെ ഇടിച്ചു കൊന്നതും. അയാളൊക്കെ ഇപ്പോഴും അയാളൊക്കെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. അങ്ങനത്തെ ഒരു നാടാണിത്. നമ്മുടെ ഡെമോക്രസിയുടെ ഒരു പ്രശ്നം അതാണ്. അതെ, അത് എപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാവും. ആ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും കിട്ടുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പൊ അത് മാറണം. അത് ഈ ജാതീയതയിൽ നിന്ന് തുടങ്ങിയതാണ്. ഈ ഒരു റേസിസം, ഈ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഹേറ്റഡ് അവിടെ നിന്ന് തുടങ്ങിയതാണ്. അപ്പൊ ട്രാൻസിനെ ഇവർ അങ്ങനെയാണ് കാണുന്നത്, ആ ഒരു കണ്ണിലൂടെയാണ്. പക്ഷെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പോലീസിന്റെ ഭാഗത്തുനിന്നോ മറ്റ് ഇതര ഭാഗത്തുനിന്നൊക്കെ ഫെലീസയ്ക്ക്, റോസയ്ക്ക്? എനിക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയ്ക്കും മോശം എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ പല ട്രാൻസ് ഫ്രണ്ട്സിനും ഉണ്ടായിട്ടുണ്ട്. വളരെ റീസെന്റ് ആയിട്ട്
കൊല്ലത്ത് ട്രാൻസ് ഇടയ്ക്ക് 2 ദിവസം മുന്നേ പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ അവിടെ എന്തോ ഒരു ഫംഗ്ഷന് ഈ ടെമ്പിൾ ഫെസ്റ്റിന് എന്തോ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ട്രാൻസിന്റെ ശരീരം ഫുൾ നേക്കഡായിട്ട് പരിശോധിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു ഒരു പോലീസ്, സുമേഷ് എന്ന് പറഞ്ഞിട്ട്. അയാളിപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേ ആള് ഒരു അച്ഛനെയും മോനെയും ലാത്തി കൊണ്ട് അടിച്ചിട്ടൊക്കെ അയാൾ ഭയങ്കര വയലൻസ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ക്രിമിനൽസ് നമ്മുടെ പോലീസിലുണ്ട്, പോലീസ് ഫോഴ്സിലുണ്ട്. അപ്പൊ ഇത്തരം ആൾക്കാരെ കോൾ ഔട്ട് ചെയ്യണം. എനിക്ക് നിയമം സംരക്ഷിക്കേണ്ട ആൾക്കാർ. അതെ, അവര് തന്നെ നിയമം കയ്യിലെടുത്തിട്ട് ആൾക്കാരെ അറ്റാക്ക് ചെയ്യാണ്. ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ പ്രതിയായിട്ട് നിങ്ങൾ സസ്പെക്ട് ചെയ്ത് അയാളെ പിടിച്ചാൽ പോലും അയാളുടെ ദേഹത്ത് കൈവെക്കാനുള്ള അവകാശമില്ല. അവരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക്, പക്ഷെ അവരെ കൈവെക്കാൻ അവകാശമില്ല. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഈ വർഷവും നമ്മുടെ നാട്ടില് ഈ ലോക്കപ്പ് മർദ്ദനങ്ങളും കൊലപാതകവും നടന്നിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു കക്ഷിയെ കൊണ്ടുപോയപ്പോഴത്തേക്കും ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും പുള്ളിയെ ചീത്ത വിളിക്കുകയാണ്. ചീത്ത വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കയറിയിട്ട് അവിടെ നിങ്ങൾ ചീത്ത വിളിക്കാൻ എന്ത് റൈറ്റാണുള്ളത്? പുള്ളി എന്നെ ചീത്ത വിളിക്കാൻ. ഞാൻ തിരിച്ച് ഭാഷ മാറ്റി മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷാക്കി മാറ്റിയപ്പോൾ അവർക്ക് തോന്നി എന്തോ വശപ്പശകാണ് എന്ന് തോന്നിയപ്പോഴത്തേക്കും പിന്നീട് മാറ്റിയിട്ട് പിന്നെ സർ ഇങ്ങോട്ട് സംബോധന ചെയ്യാൻ തുടങ്ങി. ആ രീതിയിൽ ആൾക്കാരെ മാർജിനലൈസ് ചെയ്യുന്നത് അപ്പം പല രീതിയിൽ. അതെ അതെ, ഇപ്പോ ഈ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനമായിരിക്കും. അപ്പോൾ ട്രാൻസിനോടും ഇതൊക്കെ തന്നെ ഉണ്ട്. കാരണം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് നമ്മളെ ഒരു കള്ളനാണ് അല്ലെങ്കിൽ കള്ളിയാണ് ആ ഒരു കാറ്റഗറൈസ് എന്നിട്ട് അവര് നമ്മളെ പെട്ടെന്ന് തന്നെ ഈ ബാഗൊക്കെ പരിശോധിച്ചിട്ടുണ്ട് ചില ആൾക്കാരുടെ. അപ്പോൾ ഈ എപ്പോഴും ഈ മറ്റേ ഡ്രഗ് കേസുകളിലൊക്കെ പിടിക്കുന്ന ഏറ്റവും താഴെയുള്ള ആൾക്കാരായിരിക്കുമല്ലോ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ രക്ഷപ്പെടും. അതുപോലെയാണ് ട്രാൻസിന് സംഭവിക്കുന്നത്. യൂസ് ചെയ്യാനുള്ള ഒരു മീഡിയം ആയിട്ട്, യൂസ് ചെയ്യാനുള്ള ഒരു ടോയ് ആയിട്ട് ഇപ്പോഴും. അതെ അതെ, ട്രാൻസിന് പൊതുവെ പ്രത്യേകിച്ച് ഒരു അതായത് ഫാന്റസൈസ് ചെയ്തപ്പെട്ട് നമ്മളെ ഫെറ്റിഷ് ആയിട്ട് കണ്ടിട്ടൊക്കെയാണ് ഇപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത് ആൾക്കാർ. ഒരു വളരെ സിൻസിയർ ആയിട്ട് ഹോണസ്റ്റ് ആയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ അടുത്ത് വരുന്നതും നമ്മൾ അങ്ങനെ കാണുന്ന അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്നോട് കാര്യങ്ങൾ, അവനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇടയിൽ ജെൻഡർ എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇത് കണ്ടിട്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ വീട്ടില് അവർ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അവൻ്റെ കല്യാണത്തിന് പോയ സമയത്ത് അവൻ്റെ പാരൻസ് ചോദിച്ചു നിങ്ങളുടെ മാരേജ് എന്താണ്. അത്രയ്ക്ക് ഞങ്ങൾ ഇൻറ്റിമേറ്റ് ആയിട്ട് അവരോടൊക്കെ ബിഹേവ് ചെയ്ത് ഒരു സർക്കിളിൽ. അപ്പോൾ അങ്ങനെ ഒരു നോർമലൈസേഷൻ അവിടെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ പൊതുവെ ആൾക്കാർക്കൊരു തുരുത്ത് മാത്രമാണ് ട്രാൻസ്. അത് കാരണം ഇവര് അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ആ ലോൺലിനെസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങ് പൊക്കോളും, പോയി കളയും. നമ്മളെ ഭയങ്കര ഡംപ് ചെയ്തിട്ട് നമ്മളെ അവര് എത്തിപ്പെടുന്ന ഇമോഷണൽ ഏതാണെന്ന് നമ്മൾ ചിന്തിക്കില്ല. അതെ, ഈ ഭയങ്കരമായിട്ട് നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അത്തരത്തിലൊരു അനുഭവം ഒരുപാട് ഫ്രണ്ട്സിന്റെ ഇടയിൽ, വ്യക്തിപരമായില്ല, ഫ്രണ്ട്സിന്റെ ഇടയിൽ. ഈ എൻ്റെ കമ്മിങ് ഔട്ടിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. അത് വലിയൊരു ഷോക്കാണല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഷോക്കല്ല, അത് ഭയങ്കര ഒരു റിയലൈസേഷൻ ആയിരുന്നു. ഓക്കെ, മനുഷ്യന് ഇത്രയേ ഉള്ളൂ. എനിക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റി മനുഷ്യന് ഇമോഷൻസും. ഇപ്പൊ സൈക്കോളജി പഠിക്കാതെ തന്നെ ആൾക്കാരുടെ മാനസിക നില എത്രത്തോളമാണ്, അവർക്കൊക്കെ എത്രത്തോളം ചീപ്പായിട്ട് ഒരാളോട് ബിഹേവ് ചെയ്യാൻ പറ്റും, അതുപോലെ എത്രത്തോളം. അതിനുശേഷമാണ് ഞാൻ മനുഷ്യരെ കണ്ടു തുടങ്ങിയത്, എന്നോട് സഹകരിക്കാൻ തുടങ്ങിയ, എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി, എന്നെ കേൾക്കാൻ തുടങ്ങിയ, എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങിയ ശരിക്കും മനുഷ്യരെ ഞാൻ കണ്ടു തുടങ്ങിയ. പിന്നെ അതിനുശേഷം ഒരു പാസ്റ്റർ വന്ന്, അമ്മയൊക്കെ അവിടെ ഒരു ചർച്ചിൽ പോകും. അപ്പോൾ അവിടെ ഒരു പാസ്റ്റർ വന്നായിരുന്നു. ആ പുള്ളിക്കാരനൊക്കെ ഭയങ്കര ഓപ്പൺ ആണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. എനിക്ക് അതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതാണ് ഈ പോപ്പൊക്കെ ചെയ്ത ഒരു വലിയൊരു കാര്യം. റോസ പഠിച്ചത് എന്തായിരുന്നു? ഞാൻ ബയോടെക്നോളജി ചെയ്തു. പിന്നെ ഇപ്പൊ ഒരു ഹെൽത്ത് കെയർ കോഴ്സ് ചെയ്തു. പിന്നെ എനിക്കിപ്പോ ഇവിടെ നിൽക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. പുറത്ത് യൂറോപ്പിൽ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ബേസിക്കലി ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, ജോലി കിട്ടുന്നില്ല. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മെയിൽ ഫീമെയിൽ മതി.
അല്ല അത് ബയോടെക്നോളജിക്ക് നമുക്ക് ആ പ്രോസസ്സ്, ആ സയന്റിഫിക് പ്രോസസ്സ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആ എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് അറിഞ്ഞാൽ പോരെ. മെയിലാണോ ഫീമെയിലാണെന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു ഹെൽത്ത് കെയർ കോഴ്സ് ചെയ്തു, പാലിയേറ്റീവ് ആണ്, പാലിയേറ്റീവിന്റെ. ഓ, പാലിയേറ്റീവ് കെയർ ആണ്. അപ്പൊ അതിലാണെങ്കിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസും സാധ്യതകളും, പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ്. പക്ഷെ അവിടെയും നമുക്ക് ഭയങ്കര നമ്മളെ എടുക്കുന്നില്ല അവർക്ക്. അല്ല, എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് വരാൻ പാടില്ലാത്തതാണ്. മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ്, ഭരണഘടനാ വൈസ് നമുക്ക് ഒരു കാരണവശാലും അത്തരത്തിൽ നോ പേഴ്സൺ ഷാൽ ബി ഡിസ്ക്രിമിനേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. അപ്പം നമ്മൾക്ക് ഒരു കാരണവശാലും ഈക്വാലിറ്റി ആൻഡ് നമുക്ക് തീർച്ചയായും ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു റൈറ്റ് ആസ് എ ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ നമുക്കും വേണ്ടതാണ്. ഇത് കോടതിയുടെ മുന്നിൽ വന്നപ്പോഴത്തേക്കും കോടതിക്ക് എന്താണ് ഇതിനകത്ത്? കോടതിക്ക് പറയാനേ പറ്റുള്ളൂ. പക്ഷെ ആൾക്കാര് അല്ല, സുമോട്ടോ ആയിട്ട് കേസ് എടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോ അതിനുശേഷം ഞാൻ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് കോളേജിൽ അപ്ലൈ ചെയ്ത് എനിക്ക് ലിസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി, അഡ്മിഷന് വേണ്ടി പോയി. അവിടെയും അത് ഫീമെയിൽസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കോഴ്സായിരുന്നു. അപ്പം അവർ പറയുന്നത് ട്രാൻസിന് ഇതുവരെയ്ക്ക് ഞങ്ങൾ ഇത് അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല. സോ വലിയ പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. അതെ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പോലെ തന്നെ. അതെ, ട്രിവാൻഡ്രത്ത് ഒരു കോളേജാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് ലീഗലി ഞാൻ മുന്നോട്ട് പോകും. ഡോക്ടേഴ്സ് ഒക്കെയാണ് അവിടെ ഇരുന്നത്. ഇവിടുത്തെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ ഈ ഡിസ്ട്രിക്ട് ഹെഡ്, ഈ ഹെൽത്തിന്റെ എന്തോ ഡിസ്ട്രിക്ട് ഹെഡൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യാറുള്ളത്. അപ്പോൾ അവർ പറയുന്ന റീസൺ ഇതുവരെയ്ക്കും ഫീമെയിൽസിനാണ് ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ട്രാൻസിന് ഞങ്ങൾക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് അപ്പോൾ ഡോക്ടേഴ്സിന് അറിയില്ലെന്ന് അല്ല, ട്രാൻസിന് അവർക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ട്രാൻസിന് പഠിക്കണ്ടേന്ന് ചോദിച്ചു. അതിന് മറുപടി ഇല്ല. അല്ല, ഇവർ ചികിത്സിക്കുന്നത് എങ്ങനെയാണ് എനിക്കറിയില്ല. അതെ, ഡോക്ടേഴ്സ് ആണല്ലോ അവര്. അല്ല, ഇവര് വിചാരിച്ചാല് സുഖമായിട്ട് ഒരു ട്രാൻസിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. അല്ല, അവര് ഡോക്ടേഴ്സ് ആണ്, അവരാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. അവരെന്നോട് പറഞ്ഞ റീസൺസ് ഇതൊക്കെയാണ്. ട്രാൻസിന് വേണ്ടിയിട്ട് പ്രത്യേക വാഷ്റൂം കെട്ടാൻ പറ്റില്ല, പ്രത്യേകിച്ചൊരു എന്തിന് നിങ്ങൾ പ്രത്യേക വാഷ്റൂം, ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകളുള്ള ഈ കാലത്ത് എന്തിനാണ് അവർക്ക് സെപ്പറേറ്റ് വാഷ്റൂം? ജെൻഡർ ന്യൂട്രൽ ഇപ്പോൾ അത് സാധാരണമായിട്ട് ഞാൻ പൊതുവെ സിറ്റികളിലൊന്നും കണ്ടിട്ടില്ല. അതായത് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ നമുക്കുള്ള ഏറ്റവും അത് വളരെ സീരിയസ്ലി ഇപ്പോൾ ഞങ്ങൾക്ക് മെയിലോ ഫീമെയിലോ പോകുന്ന വാഷ്റൂം അല്ല നമുക്ക് വേണ്ടത്. ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വാഷ്റൂം വേണം. അങ്ങനത്തെ സാഹചര്യങ്ങൾ സ്റ്റേറ്റ് ആണ് ഒരുക്കി കൊടുക്കേണ്ടത്. സ്കൂളുകളിൽ, കോളേജുകളിൽ അവർ കയറുന്നതോ കയറാത്തതോ അല്ല, ഇവരുടെ ഇതാണ്. ഈ ഫണ്ടൊക്കെ എവിടെ പോകുന്നത്? അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ഫണ്ടുകൾ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വരുന്ന ഫണ്ടിലാണല്ലോ ഇതും പെടുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അവർക്കൊരു കെട്ടിടം നിർമ്മിക്കാനുള്ള പൈസ ഇല്ല എന്നൊക്കെ ഇവർ പറയുന്നത്. അല്ല, ഇത് എന്താണ്? അവരെ മനുഷ്യരായിട്ട് കാണുന്നില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? അവർക്ക് മനുഷ്യരായിട്ട് കാണാൻ താല്പര്യമില്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണിത്. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ ലീഗലി മൂവ് ചെയ്യാണ്. എൻ്റെ അഡ്വക്കേറ്റിനോട് ഞാൻ പറയും. പുള്ളി ഒരു കേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. കാരണം പുള്ളി എന്നോട് പറഞ്ഞു എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് ഇത് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഫണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നീട് ഫർദർ ആയിട്ടൊന്നും ചെയ്തില്ല. പക്ഷെ അല്ലല്ല, പുള്ളി നല്ലൊരു ക്രിമിനൽ ലോയറാണ്. പക്ഷെ പുള്ളിക്ക് ഇതിന് എന്തെങ്കിലും ആക്ട് ചെയ്യണമെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം അവിടെ നടന്നിരിക്കണം. ഇത് വലിയൊരു വയലൻസ് ആണല്ലോ, വലിയൊരു വിവേചനമാണ്, എക്സ്ട്രീം റേസിസം ആണ്. ഇതിന് ഞാൻ റേസിസം ആണ്. അപ്പൊ ആൾക്കാർ ചോദിച്ചു, ഇതിൽ എവിടെ റേസ് വരുന്നത്? റേസിസം നിങ്ങൾ ആ കാണുന്ന ഹേറ്റഡ് അതല്ല, നിങ്ങൾ കാണുന്ന റേസ് അല്ല റേസിസം. ഹേറ്റഡ് എവിടെ വരും? അതൊക്കെ റേസിസം ആണ്. ആ ഒരു വെറുപ്പാണ് ഞാൻ നേരിട്ടത്. ഞാൻ അന്ന് തൈക്കാട് മുതൽ റേസിസം ഒരു പർട്ടിക്കുലർ കാസ്റ്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും റേസിനെ മാത്രമാണ്. ഇത് എല്ലാ റേസിലും ഉള്ള ഒരു പ്രത്യേക ജെൻഡറിനെയാണ്, കൃത്യമായ ഒരു ജെൻഡറിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, അപ്പൊ ട്രാൻസിന് അപ്പൊ ഇവർക്ക് നമ്മൾ വിസിബിൾ ആവുന്നൊന്നും ഇഷ്ടമില്ല, വേണ്ട നിങ്ങൾ. അതായത് ഒരു ടാബും ഉണ്ട് ഈ പറഞ്ഞതുപോലെ. എനിക്ക് തോന്നുന്നത് അതിനുള്ള കാര്യം ലോകത്ത് പല സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇത് നടക്കുന്നുണ്ട്, പക്ഷെ വാർത്തയാകുന്നില്ല, ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നില്ല. ഈ ഒരു ക്ലെൻസിങ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അമേരിക്കയില് ഇപ്പോ ട്രംപൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം കുറെ നിയമ നടപടികളൊക്കെ എടുത്തല്ലോ. ഈ ക്ലെൻസിങ്ങിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഇപ്പോൾ ഈ പോപ്പൊക്കെ മരിച്ചപ്പോൾ ഇങ്ങനത്തെ കുറെ റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഈവൻ ഡെമോക്രാറ്റ്സ് ഒന്നും നല്ല
ഐഡിയോളജിയാണ് അവർ ഫോളോ ചെയ്യുന്നുള്ള ഒരു ധാരണ ഒന്നും എനിക്കില്ല. പക്ഷെ ബെറ്റർ ആയിരുന്നു അവർ. പക്ഷേ ട്രംപൊക്കെ വന്നതിന് ശേഷം അവർക്ക് ഈ പോപ്പൊക്കെ മരിച്ചത് ഭയങ്കര ആശ്വാസമായിരിക്കാം. കാരണം പുള്ളിയൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ ക്രിട്ടിക് ചെയ്ത് ഇതിനെ ഈ ഒരു കാര്യത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന ആളാണല്ലോ. ഈ ഒരു ഇങ്ങനത്തെ ആൾക്കാർ നേരിടുന്ന സ്നേഹത്തിലൂന്നി മാത്രം വർക്ക് ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പോ ഇവരതല്ല, എല്ലാവരും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. അതെ. അപ്പോൾ ഈ ട്രംപിനെ പോലെയുള്ള ആൾക്കാർ ഇലോൺ മസ്കിനെ പോലെയുള്ള ക്യാപിറ്റലിസ്റ്റുകളൊക്കെ പിടിച്ചിട്ട്, ഈ ഇലോൺ മസ്ക് ഒക്കെയാണ് ലോകത്തുള്ള ഫുൾ ഡ്രഗ്സിന്റെ ഒക്കെ ഡീലേഴ്സ്. ഈ ഡ്രഗ്സ് അല്ല, സീരിയസ്ലി എനിക്ക് ഞാൻ പല ആർട്ടിക്കിൾസ് വായിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഇവിടുത്തെ വലിയ ക്യാപിറ്റലിസ്റ്റുകളാണ് ഈ ഡ്രഗ്സിന്റെയും